ആഗോളതലത്തിൽ തന്നെ അതായത് ലോകരാജ്യങ്ങളിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും ട്രംപോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വരുന്നത്. നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി എവിടെയൊക്കെ സന്ദർശനം നടത്തുന്നുവെന്ന് ലോകരാജ്യങ്ങളടക്കം ഇങ്ങനെ കണ്ണും നട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പേജിലായിരുന്നാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജിലായിരുന്നാലും എന്തെങ്കിലും ഒരു ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ പോസ്റ്റ് ചെയ്താൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വൈറലായി ട്രെൻഡിംഗ് ആയി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അടുത്തിടെയായി നരേന്ദ്രമോദി ഇറ്റലിയിൽ സന്ദർശനം നടത്തിയപ്പോഴും മെലോണിയുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. ഔദ്യോഗികമായ ഒരു സന്ദർശനമായിരുന്നു. അവിടെ മെലോണിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഒരു ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ജോർജിയ മെലോണി നരേന്ദ്രമോദിക്ക് നൽകിയത്. അപ്പോൾ മെലോണിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി മെലോണിക്കൊരു സമ്മാനം നൽകുന്നുണ്ട്. അതായത് മെലഡി മുട്ടായിയാണ്, അതിൻ്റെ ഒരു പാക്കറ്റാണ് നരേന്ദ്രമോദിക്ക് നൽകിയത്. അതായത് മെലോണിയുടെ പേര് അതുമായി രൂപസദൃശമുള്ള ഒരു മുട്ടായി അതാണ് നൽകിയത്. അത് വലിയ രീതിയിൽ തന്നെ ട്രെൻഡിങ് ആയി, വലിയ രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അടക്കം ഫേസ്ബുക്കിലും അടക്കം വലിയ രീതിയിൽ അത് തരംഗമായി ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അത് കണ്ട് ഉല്ലസിച്ച ഒരു വീഡിയോ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു വ്യക്തിയെ കാണുമ്പോഴുണ്ടാകുന്ന നമ്മളുടെ ഒരു രീതി, നമുക്ക് ഏറ്റവും അടുത്ത് ഇടപെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തെ ഒരു സൈക്കോളജിക്കൽ പരമായ ഒരു രീതി രണ്ട് വ്യത്യസ്തമാണ്. ഇവിടെ നരേന്ദ്രമോദിയും മെലോണിയും കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വലിയ രീതിയിലുള്ള ഒരു ആത്മബന്ധം അവിടെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഫ്രാൻസിലാണ് ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാരെല്ലാവരും. ഫ്രാൻസിൽ ഇപ്പോൾ G7 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിലെ എവിയാനിലെ ബെൻസിലാണ്, അവിടെയാണ് ഇപ്പോൾ ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയോടുകൂടി തന്നെ നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള ട്രംപും മെലോണിയും ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെല്ലാം തന്നെ ഫ്രാൻസിലേക്ക് എത്തി. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. കൂടാതെ ചെറിയ അനൗദ്യോഗികമായ ചർച്ചകൾ, അനൗദ്യോഗികമായ മീറ്റിങ്ങുകൾ, ഒന്നും കൂടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്ന അല്ലെങ്കിൽ ആത്മബന്ധം കുറച്ചും കൂടെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് G7 ഉച്ചകോടി നടക്കുന്നത്. ഔദ്യോഗികമായ ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ ഇന്നാണ് അവിടെ നടക്കുന്നത്. ഇതിനിടെ ഈ ഔദ്യോഗികമായ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം ഒഴിച്ചു മാറ്റിയാൽ നയപരമായ ചർച്ചകളിലേക്ക് മാറി ഇന്നലത്തെ G7 ഉച്ചകോടിയുടെ ഒരു പ്രധാന ഒരു സന്ദർശനം അല്ലെങ്കിൽ ആ ഒരു വേദി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ ചില ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. മോദിയുടെ ഇറ്റലി സന്ദർശനത്തിലായിരുന്നു മെലോഡി അന്ന് സമ്മാനം നൽകിയത്. അത് വലിയ രീതിയിൽ ഒരു ട്രെൻഡിങ് ആയി. അതിനുശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും ഫ്രാൻസിൽ വെച്ചിട്ട് മോദിയും അതോടൊപ്പം തന്നെ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. കൂടാതെ ഇന്നലെ ഫ്രാൻസിൽ വെച്ച് ജോർജിയ മെലോണിയും അതോടൊപ്പം തന്നെ മോദിയും തമ്മിൽ കണ്ടപ്പോൾ വീണ്ടും അവർക്കിടയിൽ ഒരു രസകരമായ ഒരു സംഭാഷണം ഉണ്ടായി. അത് ഏവരെയും ശ്രദ്ധ പിടിച്ചു പറ്റി. അത് നിമിഷ നേരം കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ട്രെൻഡിംഗ് ആയി മാറി. ഉച്ചകോടിയിലെ പരമ്പരാഗത ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി നേതാക്കൾ ഒത്തുകൂടുന്നതിന് തൊട്ടു മുമ്പ് മെലോണിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മോദിയും പരസ്പരം ഊഷ്മളമായ ഒരു അഭിവാദ്യങ്ങൾ ചെയ്യുന്ന രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ കണ്ടു. ഈ കൂടിക്കാഴ്ച വളരെ ഒരു ചുരുങ്ങിയ ഒരു കൂടിക്കാഴ്ച ആയിരുന്നുവെങ്കിലും പതിവ് പോലുള്ള ആത്മബന്ധവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആകർഷണം ഈ ജോർജിയ മെലോണിയും നരേന്ദ്രമോദിയുടെയും ഇടയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ജോർജിയ മെലോണി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം എന്നാണ് മെലോണി പ്രധാനമന്ത്രിയോട് പറയുന്നത്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയ ജോഡികളായി മോദിയും അതോടൊപ്പം തന്നെ മെലോണിയും മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് നരേന്ദ്രമോദിയോട് മെലോണി പറഞ്ഞത് അത് അവർക്കിടയിൽ ആ G7 ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടെത്തിയ നേതാക്കന്മാരുടെ മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു ചിരിക്കും അല്ലെങ്കിൽ ഒരു മറ്റൊരു സന്തോഷത്തിനുമുള്ള ഒരു വേദിയായി അത് മാറി. ഒരു തമാശ നിറഞ്ഞ ഒരു രൂപത്തിൽ ആ ഒരു മെലോണിയുടെ വാക്കുകൾ അവിടെ ഉൾക്കൊണ്ടു ജനങ്ങളെല്ലാം അവിടുത്തെ ലോക നേതാക്കളെ ഏറ്റെടുത്തു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. കഴിഞ്ഞ 2023 ദുബായിൽ നടന്ന COP28 ഉച്ചകോടിക്കിടെയാണ് മെലോണി പോസ്റ്റ് ചെയ്ത ഒരു സെൽഫി പിന്നീട് അത് ആഗോളതലത്തിൽ ട്രെൻഡിംഗ് ആയി #, ഉൾപ്പെടെ മോദി മെലോണി എന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ കൗതുകകരമായ പല രസകരമായ പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ പല ചർച്ചകളും മോദി മെലോണിയെ പറ്റി ഇങ്ങനെ ഇപ്പോഴും മോദിയുടെ ഫാൻസും അതോടൊപ്പം തന്നെ മെലോണിയുടെ ഫാൻസും ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ പോസ്റ്റുകളായും വീഡിയോകളായും അവരുടെ അഭിപ്രായങ്ങളായും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി മോദിയോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഇറ്റലിയൻ നേതാവ് അതിന് നൽകിയ ഒരു അടിക്കുറിപ്പ് അന്ന് ഇങ്ങനെയായിരുന്നു. അതായത് COP28 നല്ല സുഹൃത്തുക്കൾ മെലോഡി. ഈ #, ഉടനടി തന്നെ സോഷ്യൽ മീഡിയയിൽ അന്ന്
തരംഗമായി മാറിയതാണ്. വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപഭോക്താക്കൾ ഇതിനെ മീമുകളായും അതോടൊപ്പം തന്നെ ഫാൻ എഡിറ്റുകളുമായും കൂടാതെ രസകരമായ ചില പോസ്റ്റുകളുമായൊക്കെ അതിനെ മാറ്റിമറിച്ചു. അന്ന് മുതൽ പ്രധാനമന്ത്രി മോദിയും മെലോണിയും തമ്മിൽ മിക്കവാറും എല്ലാ കൂടിക്കാഴ്ചകളും ഇന്റർനെറ്റിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത കിട്ടുമായിരുന്നു. മെലോണിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്നുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളായിരുന്നാലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരുന്നാലും അതോടൊപ്പം തന്നെ മോദി ഫാൻസ് ആയിരുന്നാലും എന്തെങ്കിലും ഒരു പുതിയൊരു ട്രെൻഡിങ് അല്ലെങ്കിൽ പുതിയൊരു തമാശ രൂപേണയുള്ള ചില രസകരമായ ചില സന്ദർഭങ്ങൾ, ചില വീഡിയോകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഈ മോദിയുടെയും മെലോണിയുടെയും ഇടയിൽ ഉണ്ടാകുമെന്നുള്ള ചർച്ചകളും കൊടുക്കാറുണ്ട്. G7 ഉച്ചകോടി നടക്കുന്ന ഫ്രാൻസിലും ഇതേ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. G7 ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം ഇനി മോദിയും മെലോണിയും തമ്മിൽ ഫ്രാൻസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ ഒന്നും കൂടെ സന്ദർശിക്കുമോ, അല്ലെങ്കിൽ വീണ്ടും മോദി മെലോണിക്ക് മുട്ടായി നൽകുമോ, മെലോഡി എന്ന മുട്ടായി നൽകുമോ, അങ്ങനെ കൗതുകകരമായ ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളടക്കം ഇങ്ങനെ പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്.